അസ്സലാമു അലൈക്കും. സമസ്തയുടെ ഒരു മുസ്ലിയാർ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഏതൊരാൾ മരണപ്പെട്ട ഒരു മുസ്ലിം ആണെന്ന് നാം വിശ്വസിക്കുന്ന ഏതൊരാൾ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കൽ നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ കുറെ ചോദ്യങ്ങളുണ്ട്. ഈ ഒരു വീട്ടിലൊരു കബർ കുത്തി വീടിന്റെ ഉള്ളിൽ പൊളിച്ചുകാണ്ട് അവിടെ കബർ എടുത്തിട്ട് അവിടെ ഒരു മുസ്ലിയാരെ മറമാടപ്പെടുമ്പോൾ എന്തെങ്കിലും അതിൽ പ്രത്യേക പുണ്യമോ അതല്ലെങ്കിൽ പ്രത്യേക ഇസ്ലാമിന്റെ രേഖകളിലുള്ള പരാമർശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ അത് ചെയ്യുക. ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു നല്ലൊരു വീടിന്റെ ഉള്ളിൽ പൊളിക്കുകയാണ്, എന്നിട്ട് അതിന്റെ അകത്ത് ഖബർ ഉണ്ടാക്കുകയാണ്. ചില്ലറ പണിയൊന്നുമല്ലത്. എങ്കിൽ നോക്കൂ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കേരളത്തിലെ ആയിരക്കണക്കായ ഉസ്താദുമാരുടെ ഉസ്താദാണ് കെ ടി മാണി മുസ്ലിയാർ. എന്തേ കെ ടി മാണി മുസ്ലിയാരുടെ ഖബർ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉള്ളിൽ കുത്തരുത്? കെ ടി മാണി മുസ്ലിയാർ അത്രയൊന്നും വലിയ ആളല്ല. ഈ മരണപ്പെട്ട ആള്, ഈ മരണപ്പെട്ട ഉസ്താദ് എന്ന് പറയുന്ന ആള് കെ ടി മാണി മുസ്ലിയാരുടെ അത്ര വലിയ പണ്ഡിതനല്ല. ആർക്കും ഒരു തർക്കമല്ല. അതേപോലെ തന്നെ സമസ്തന്റെ മുഷാവർ അംഗവും മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമാന്റെ ജനറൽ സെക്രട്ടറിയും നൂറുകണക്കായ പണ്ഡിതന്മാരുടെ ഗുരുനാഥനുമായ പി കുഞ്ഞാണി മുസ്ലിയാർ പുത്തരി മഹലിന്റെ ഖാദിയായിരുന്നു. കാന്തപുരവും അദ്ദേഹവും ഒരേ കാലത്താണ് വേലൂർ ബാക്കിയാത്തു സാലിയത്തിൽ പഠിച്ചിരുന്നത്. ഈ കുഞ്ഞാണി മുസ്ലിയാരുടെ മരണത്തിന് ശേഷം എന്തേ അദ്ദേഹത്തിന്റെ മയ്യത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മറമാടാതെ പോയത്? ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഞങ്ങളുടെ ഉസ്താദുമാരായ കെ കെ അബൂബക്കർ ഹസറത്ത് സമസ്തയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തിയാണ്. അതേപോലെ കെ കെ അബ്ദുള്ള ഹസറത്ത്, കരുവാരുണ്ട് കെ കെ അബ്ദുള്ള മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം വെല്ലൂർ ബാക്കിയാത്തിലെ ഉസ്താദായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. എന്തേ അവരുടെ ഒന്നും ഖബർ അവരുടെ വീടിന്റെ ഉള്ളിൽ കുത്താതെ പോയത്? അതുപോലെ മഹാന്മാരായ നിരവധി പണ്ഡിതന്മാർ, ഒന്നും രണ്ടും ഒന്നുമല്ല, ഈ മരണപ്പെട്ട പണ്ഡിതന്മാരുടെയൊക്കെ ഖബർ എന്തേ ആരുടെ ഖബറും അവരുടെ വീട്ടിൽ കുത്തിയില്ല? ഈ ഒരു മുസ്ലിയാരുടേത് മാത്രം എന്താ വീട്ടിൽ കുത്തുന്നത്? എന്തെങ്കിലും ഒരു തെളിവുണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു രേഖ ഉണ്ടാവുമല്ലോ, അതൊരു പ്രത്യേക പുണ്യമുള്ളതാണ് എന്നും ഇവർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എവിടെയാണ് അതുള്ളത്? എന്താ ഇതിന് പ്രത്യേകത? കാരണം എന്താ? മുസ്ലിം സമൂഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഒരു ചര്യ, ആ ചര്യ അതേപോലെ പ്രാവർത്തികമാക്കുക എന്നുള്ള വിശ്വാസികളുടെ ഏറ്റവും നല്ല ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളിൽ ആദ്യമായി മദീനയിൽ ആദ്യമായി മരണപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹിന്റെ സ്വഹാബിയാണ്, മുഹാജിറാണ്. അയാൾ മരണപ്പെട്ടു. ചില്ലറക്കാരനല്ല. മുഹാജിർ, നബിന്റെ കൂടെ നബിന്റെ മദീനയിലേക്ക് മക്കയിൽ നിന്ന് പാലായനം ചെയ്ത മുഹാജിറാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, അൻസാരികളെയും മുഹാജിറുകളെയും അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് മദീനയിൽ ചെന്ന മുഹാജിറുകളിൽ ആദ്യമായി മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഖബർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കുത്തിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്ബറയിലാണ് അദ്ദേഹത്തിന്റെ ഖബർ സ്ഥാപിച്ച്. എന്നിട്ട് പറഞ്ഞു നബി, ഇത് എൻ്റെ കൂട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ അവരുടെ ഖബറുകൾ, അവരുടെ ജനാസകൾ സംസ്കരിക്കാനുള്ള, മയ്യത്ത് ഖബറടക്കാനുള്ള സ്ഥലമാണിത് എന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ മദീനയിലെ പൊതു ശ്മശാനത്തിൽ 12,000-ഓളം സ്വഹാബികളുടെ ഖബറുകൾ പൊതു ശ്മശാനത്തിലാണ് കിടക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിയാർ മരണപ്പെട്ടു നോക്കുമ്പോൾ അയാളെ പൊതു ശ്മശാനത്തിൽ അയാളെ ഖബറടക്കുന്നത് അതൊരു മോശത്തരം. അയാളെ ഖബറടക്കേണ്ടത് അയാളെ വീട്ടിന്റെ ഉള്ളിൽ എന്നുവരെ കുറച്ച് ആൾക്കാർ തീരുമാനിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്തരം ബിദ്അത്തുകൾ, അനാചാരങ്ങൾ മുസ്ലിം സമൂഹം ശരിക്കും ആലോചിച്ച് ഇതിനെ വിലയിരുത്തേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം പ്രവർത്തനങ്ങൾ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരിൽ ശിർക്കും ബിദ്അത്തും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വളർന്നു വരാൻ കാരണമാകുന്ന പ്രവണതകളാണ്. ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ നിർബന്ധമായി മാറി നിൽക്കേണ്ടതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കൊമ്പങ്കല്ലില് ഒരു സാധു മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അവിടെ ഖബർ കെട്ടിപ്പൊക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ ശ്രമിച്ചു. അങ്ങനെ അത് പ്രശ്നമായി. മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എന്ത് ചെയ്തു എന്നറിയോ? അത് വേണ്ടാന്ന് പറഞ്ഞു. അല്ലേ? കെട്ടിപ്പൊക്കാൻ അനുവദിച്ചില്ല. എന്താ പ്രശ്നം? അവർക്ക് വിവരമുണ്ട്. ആ നാട്ടുകാരായ സാധാരണക്കാരായ കമ്മിറ്റി ഭാരവാഹികൾക്ക് അന്തമുണ്ട്. അവരതിനെ അനുവദിച്ചില്ല. എന്നാലും ചിലത് എന്തൊക്കെ പലരും അവിടെ കമ്പിക്കൂടൊക്കെ കൊടുന്ന് വെച്ച് നോക്കി എന്നാണ് ഞാൻ കേൾക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഇല്ലാത്ത പരിപാടികളാണ്.
അപ്പൊ ഈ ജാറം കെട്ടിപ്പൊക്കാനുള്ള എളുപ്പത്തിലുള്ള മാർഗം എന്താ? പൊതുശ്മശാനത്തിലായാല് കോടതി വിധി ഉണ്ട്, അനുവദിക്കൂല. ഇപ്പോ ആ മുസ്ലിയാരുടെ ഖബറ് ഒരു പൊതു മക്ബറയിലാണെങ്കിൽ അത് കെട്ടിപ്പൊക്കാൻ അനുവദിക്കൂല. അതാ പ്രശ്നം. കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ ഒരാള് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് പിന്നെ കോടതിയിൽ ചെന്ന് വിവരം പറഞ്ഞു കഴിഞ്ഞാല് അത് പൊളിക്കാൻ തീരുമാനിക്കും. കോടതി പൊളിക്കാൻ പറയും, പോലീസുകാർ വന്നിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും. അതിനുള്ള പ്രൂഫ് നമ്മുടെ ഇന്ത്യൻ നീതിപീഠങ്ങൾ അത് പ്രഖ്യാപിച്ച പ്രൂഫുകൾ നമുക്കുണ്ട്. നമുക്കറിയാലോ, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഷൊർണൂരിലെ ചെറുതുരുത്തിയിൽ ജാറം പൊളിക്കാൻ കോടതി ഉത്തരവിട്ടത് വടക്കഞ്ചേരി കോർട്ടും അതേപോലെ എറണാകുളം ഹൈക്കോർട്ടും ജാറം പൊതു മക്ബറയിൽ കെട്ടിപ്പൊക്കിയാൽ അത് പൊളിച്ചു കളയണമെന്ന് പ്രഖ്യാപിച്ചു. അത് കെട്ടിപ്പൊക്കിയ ആളുകളോട് പറഞ്ഞു, അത് നിങ്ങൾ ഒന്നുകിൽ പൊളിക്കണം, അതല്ലെങ്കിൽ ആളുകൾ പൊളിക്കാൻ വരുമ്പോൾ ആ ആളുകൾക്ക് പൊളിക്കുന്നതിന്റെ കൂലി 50 രൂപ കൊടുക്കും വേണമെന്നാണ് കോടതി പ്രഖ്യാപിച്ചു. ഇത്രയും കൃത്യമായൊരു യാഥാർത്ഥ്യമാണെന്ന് ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പലരും ഇങ്ങനെയൊക്കെ വീടുകളിലേക്ക് മടക്കാൻ തീരുമാനിക്കുന്നത്. ഏതായാലും അള്ളാഹു എല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ. അസ്സലാമു അലൈക്കും.